മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞല്ലേ, എന്നാലും എനിക്ക് മാങ്ങ കിട്ടിയപ്പോൾ ഈ ഒരു പലഹാരം എനിക്ക് ഉണ്ടാക്കാൻ തോന്നി കേട്ടോ. രാവിലെ ആയാലും വൈകുന്നേരം 4 മണി പലഹാരമായിട്ടായാലും ഇത് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 250 ഗ്രാം ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കര പാനിയാക്കാൻ ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാനിയായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കുറുക്കി പോണ്ട, ഈ ഒരു പരുവത്തി വേണം കേട്ടോ എടുക്കാനായിട്ട്. അതിനൊന്ന് അരിച്ചെടുത്തതിന് ശേഷം പാനിലോട്ട് വീത്തി കൊടുക്കുകയാണ്. പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ 2 കപ്പ് മട്ട അവലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഏത് അവലെടുത്താലും കുഴപ്പമില്ലേ, ഞാൻ മട്ട അവലാണ് ഉണ്ടായിരുന്നത്, അതാണ് ഇട്ടത്. ഇനി അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരുകിയതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം. ഒരുപാട് കട്ടിയൊന്നും ആയി പോണ്ട, ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വഴഞ്ഞ് വരണം. ആ ഒരു പരുവാവുന്നത് വരെ വഴറ്റിയെടുക്കണേ. ഇതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാമേ. നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റണം. അവലും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് 1/4 ടീസ്പൂണോളം ചുക്കുപൊടിയും 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കണം. അവലിലും തേങ്ങയിലും ഒക്കെ ശർക്കരയൊക്കെ പിടിച്ച് പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയായി പോവില്ല, ഒരുപാട് ലൂസായി പോവില്ല, ആ ഒരു പരുവാണേ. 2 പഴുത്ത മാങ്ങയിൽ ഒരെണ്ണം വലിയ കഷ്ണങ്ങളും ആക്കിയെടുത്തിട്ടുണ്ട്, ഒരെണ്ണം ചെറിയ കഷ്ണങ്ങളും ആക്കിയെടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കിയെടുത്തത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചിട്ട് വരാമേ. നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് മാവിലേക്ക് അരച്ചെടുത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം. മാവിലേക്ക് അരച്ചു വെച്ച മാങ്ങയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണേ. ചപ്പാത്തി മാവിനെക്കാട്ടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയായി പോവരുത്, ഒരുപാട് ലൂസായി പോവരുത്, ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. മാങ്ങ ചേർത്ത ഗോതമ്പ് മാവിൻ്റെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇലയിൽ പരത്താമേ. ഇനി അടുത്തതായിട്ട് വേണ്ടത് പൊടിയൻ ഇലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വാഴയില കിട്ടുമെങ്കിൽ അതെടുത്താലും മതിയേ. എനിക്ക് വാഴയില കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയൻ ഇലയാണ് കേട്ടോ എടുത്തത്. കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇലയിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം. കയ്യിൽ വെള്ളം നനച്ചിട്ട് വേണം പരത്തി കൊടുക്കാൻ, അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല. ഇനി ഇതൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടില്ലേ, അവിലിൻ്റെയും തേങ്ങയുടെയൊക്കെ, അതിൽ നിന്ന് ഓരോ സ്പൂണ് ശർക്കര കൂട്ടെടുത്ത് ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴ കഷ്ണങ്ങളില്ലേ, അതും കൂടി 2-3 കഷ്ണങ്ങൾ വീതം വച്ചു കൊടുക്കാം. ഇനി ഇതിനെ മടക്കിയെടുക്കാം. രുചികരമായ നല്ലൊരു ഇലയപ്പമാണ് കേട്ടോ. മാമ്പഴ അടയെന്നും പറയും, ഞങ്ങൾ തിരുവനന്തപുരംകാർ അട എന്നുള്ള വാക്ക് ഉപയോഗിക്കൂല കേട്ടോ, പകരം ഞങ്ങൾ ഇലയപ്പം എന്നാണ് കേട്ടോ പറയണത്. ഈ ഇലയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ അരഭാഗം മധുരം വയ്ക്കുമെന്നാണ് കേട്ടോ പറയണത്. പക്ഷേ ഞാൻ ഇന്നേ വരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇതേപോലെ കുറച്ചിത്തിരി സൈഡിലോ നടുക്കോ വച്ചു കൊടുത്തിട്ട് മടക്കിയെടുക്കും. എനിക്കതാണ് കേട്ടോ ഇഷ്ടം. കാരണം വെന്ത് വരുമ്പോൾ ആ ഇലയപ്പത്തിന് ഒരുപാട് മധുരവും കാണൂല, എന്നാൽ മധുരം ഉണ്ടെന്ന് താനും, ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത്. മുഴുവൻ മാവും ഇതുപോലെ ഇലയപ്പം ഉണ്ടാക്കി എടുക്കാമേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാം ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിക്കാനായിട്ട് എടുക്കാം. എല്ലാ ഇലയപ്പവും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ആവിയിൽ വേവിച്ചെടുക്കാം. ഇഡലി പാത്രത്തിനകത്ത് ആവിയേറ്റാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഇലയപ്പങ്ങൾ പറക്കി വെച്ച് കൊടുക്കുവാണ്. 20 മിനിറ്റ് ആവി കയറണേ. ഇലയപ്പം മുഴുവനായിട്ടും വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇലയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ കിട്ടിയില്ലെങ്കിൽ മാങ്ങ കിട്ടണ സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗോതമ്പ് മാവിൽ ഈ മാങ്ങയും കൂടെ ചേർത്തുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. 1 കപ്പ് മാവിന് 1 മാങ്ങ എന്ന അളവിൽ വേണമെങ്കിലും എടുക്കാൻ കേട്ടോ. എൻ്റെ കയ്യിൽ ആകെപ്പാടെ 2 മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പിന് 1 മാങ്ങ എടുത്തത് കേട്ടോ. പിന്നെ നടുക്ക് ഫില്ല് ചെയ്യാൻ 1 മാങ്ങയും കൂടെ എടുത്തേ. നടുക്ക് ആ മാങ്ങയും കൂടെ വെക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അവലിൻ്റെ കൂട്ടും ഈ മാങ്ങയും കൂടെയൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് പൊളിച്ചെടുക്കുമ്പോൾ കണ്ട ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ സൂപ്പർ ഇലയപ്പങ്ങൾ കിട്ടി കേട്ടോ. അപ്പോഴേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ.
ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.